എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കോവിഡ്-19 എന്ന ഒരു മഹാമാരിക്കെതിരെ പൊരുതുന്ന പടയോട്ടത്തിലാണ് നമ്മൾ. അതിൻ്റെ ഫലമായിട്ട് തന്നെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും അതുപോലെ വിദ്യാഭ്യാസപരമായ അവസ്ഥകളിൽ നമുക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ എന്തിലേക്ക് ചുവട് മാറിയിട്ടുണ്ട്? ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് ചുവട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടു കൂടി അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമ്മൾ പാഠ്യപദ്ധതികൾ പഠിച്ചു തീർക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ ശ്രേണിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. 5th സെമസ്റ്റർ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾ അല്ലേ, നിങ്ങളിതുവരെ ഡ്രാമ, പോയം, പോയട്രി ഇതൊക്കെ പഠിച്ച് നിങ്ങൾ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയമാണ് അല്ലേ. ഇതിനൊന്നും എന്നാണൊരു മോചനം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഫർമാറ്റിക്സ് എന്നാണ് ബുക്കിൻ്റെ പേര്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി, അതിൻ്റെ ഒരു സമ്മറിയാണ് ഇൻഫർമാറ്റിക്സ്. ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻഫർമാറ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. നമ്മുടെ വിവരസാങ്കേതിക വിദ്യ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫർമാറ്റിക്സ് ഈസ് എ സ്റ്റഡി, ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ, സപ്പോർട്ട് ഓർ മാനേജ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ മാനേജ്മെൻറ്റാണ്, സപ്പോർട്ടാണ്, ഇംപ്ലിമെൻറ്റേഷനാണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റാണ്, ഡിസൈനാണ്, അല്ലെങ്കിൽ പഠനമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ മാനേജ്മെൻറ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടീവ്നെസ്സിനാണ്, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷനാണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആവാം, ഡിസൈൻ ആവാം, അല്ലെങ്കിൽ സ്റ്റഡി ആവാം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ നമ്മുടെ വിവരസാങ്കേതിക വിദ്യയെക്കുറിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇൻഫർമാറ്റിക്സ് എന്ന ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് 6 മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ജനറൽ ഇൻട്രൊഡക്ഷൻ. അത് കമ്പ്യൂട്ടറിന് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. എന്നാണ് കമ്പ്യൂട്ടർ ഉണ്ടായത്, കമ്പ്യൂട്ടറിൻ്റെ ജനറേഷനെ കുറിച്ചാണ് നമ്മളതിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ ഇൻട്രൊഡക്ഷൻ ടു ഹാർഡ്വെയർ, കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചാണ്, ഹാർഡ്വെയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറിനുള്ളിലെ പ്രോഗ്രാമുകളെക്കുറിച്ചും സോഫ്റ്റ്വെയറുകളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. അടുത്തത് നാലാമത്തത് ഇൻട്രൊഡക്ഷൻ ടു നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റിനും നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. അഞ്ചാമത് നോളജ് റിസോഴ്സ് ഓൺ ഇൻ്റർനെറ്റിലുള്ള വിവരങ്ങളാണ്, ഇവിടെ നമുക്ക് ലഭ്യമാകും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറച്ച് സൈറ്റുകളാണ്. ദെൻ കമ്പ്യൂട്ടർ ലോക്കലൈസേഷൻ. ഇങ്ങനെ 6 മൊഡ്യൂളുകളാണ് നമുക്ക് ഈ ഇൻഫർമാറ്റിക്സ് എന്ന സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതായിരുന്നു? ജനറൽ ഇൻട്രൊഡക്ഷൻ അല്ലേ. കമ്പ്യൂട്ടറിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്, എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറയാം. എന്താണ്? എ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് മാനിപ്പുലേറ്റ്സ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ. അതായത് ഡാറ്റകളെയും ഇൻഫർമേഷനെയും കൈകാര്യം ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ എന്നുള്ളത്. ഓക്കെ, എ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് മാനിപ്പുലേറ്റ്സ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ. ഡാറ്റകളും അതുപോലെ വിവരങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു സ്റ്റോർ, റിട്രൈവ് ആൻഡ് പ്രോസസ് ദി ഡാറ്റകളെ അല്ലെ, വിവരങ്ങളുണ്ട്. ഈ ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യാനും അതുപോലെ റിട്രൈവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനുമുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവ് അല്ലെങ്കിൽ എബിലിറ്റി ആർക്കുണ്ട്? ഈ കമ്പ്യൂട്ടറുകൾക്കുണ്ട്. അതാണ് ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു സ്റ്റോർ,
റിട്രൈവ് ആൻഡ് പ്രോസസ് ദി ഡാറ്റ. അപ്പോൾ ഡാറ്റകളെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സ്റ്റോർ ചെയ്യാനും റിട്രൈവ് ചെയ്യാനും അതുപോലെ പ്രോസസ്സ് ചെയ്യാനുമുള്ള കഴിവ് ആർക്കുണ്ട്? കമ്പ്യൂട്ടറുകൾക്കുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞു നോക്ക്, എ കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ ദാറ്റ് അക്സെപ്റ്റ് ഡാറ്റ ആസ് ഇൻപുട്ട്, പ്രോസസ്സസ് ദാറ്റ് ഡാറ്റ യൂസിങ് പ്രോഗ്രാംസ് ആൻഡ് ഔട്ട്പുട്ട് ദി പ്രോസസ്ഡ് ഡാറ്റ ആസ് ഇൻഫർമേഷൻ. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഷീനാണ്, നമുക്കറിയാം അല്ലേ? എ കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ, ഒരു മെഷീനാണ്. ദാറ്റ് അക്സെപ്റ്റ് ഡാറ്റ ആസ് ഇൻപുട്ട്. അപ്പോൾ മെഷീനിലേക്ക് എന്ത് ചെയ്യുന്നു? ഡാറ്റകളെ ഇൻപുട്ടായിട്ട് എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യാണ്. എങ്ങനെയാണ്? പ്രോഗ്രാമുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് ആൻഡ് ഔട്ട്പുട്ട് ദി പ്രോസസ് ഡാറ്റ ആസ് ഇൻഫർമേഷൻ. എന്നിട്ട് എന്തിനാക്കാണ്? ഔട്ട്പുട്ട് പ്രോസസ്സ് ചെയ്യാണ്. എങ്ങനെയാണ്? ഇൻഫർമേഷനായിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു മെഷീനാണെന്ത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ഒരു മെഷീനാണ് ദാറ്റ് അക്സെപ്റ്റ് ഡാറ്റ ആസ് ഇൻപുട്ട്. ഡാറ്റകളെ എന്താണ്? ഇൻപുട്ടുകളായി സ്വീകരിക്കുകയും പ്രോഗ്രാമുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രോസസ്സ് ചെയ്യുകയും എന്നിട്ട് എന്താക്കി മാറ്റാണ്? പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു മെഷീനാണ് എന്ത് പറയുന്നത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ഒരു എന്താണ്? മെഷീനാണ്. അതുപോലെ പല കമ്പ്യൂട്ടറിലും പറയുന്നുണ്ട് അല്ലേ, മെനി കമ്പ്യൂട്ടേഴ്സ് ക്യാൻ സ്റ്റോർ റിട്രൈവ് ഇൻഫർമേഷൻ യൂസിങ് ഹാർഡ് ഡ്രൈവ്സ്. നമ്മളെ ഹാർഡ് ഡ്രൈവുകളും ഡ്രൈവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റകളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഡാറ്റകളെയും ഇൻഫർമേഷനുകളെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എബിലിറ്റിയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെയാണ് എന്ത് പറയുന്നത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അതെന്താണ്? അതിനെന്തുണ്ട്? ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു റിട്രൈവ്, അതുപോലെ സ്റ്റോർ ആൻഡ് പ്രോസസ് ദി ഡാറ്റ. ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും റിട്രൈവ് ചെയ്യാനുമുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കും? കമ്പ്യൂട്ടറുകൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എന്താണ്? ഈ മെഷീൻ ദാറ്റ് അക്സെപ്റ്റ് ആസ് ഡാറ്റ ഇൻപുട്ട് ആൻഡ് പ്രോസസ് ദി ഡാറ്റ യൂസിങ് പ്രോഗ്രാംസ് ആൻഡ് ഔട്ട്പുട്ട് പ്രോസസ്ഡ് ഡാറ്റ ആസ് ഇൻഫർമേഷൻ. ഇൻപുട്ടുകളെ സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു മെഷീനാണെന്ത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞു അല്ലേ? ആരാണ് ഈ കമ്പ്യൂട്ടറിനെ കുറിച്ചെന്ന് അറിയോ? ആരാണ്? കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ചാൾസ് ബാബേജ് ആണ്. മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ചാൾസ് ബാബേജിനെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടിംഗ് എന്ന് വിളിക്കുന്നുള്ളതാണ് അല്ലേ? കാരണമുണ്ട്. എന്താണ്? ഹു ഡ്യൂറിങ് ദി 1820s കൺസീവ്ഡ് ദ ഐഡിയ ദാറ്റ് ഇൻഫർമേഷൻ കുഡ് ബി പ്രോസസ്ഡ് യൂസിങ് മെഷീൻ. അദ്ദേഹം 1820 കാലഘട്ടത്തിൽ എന്ത് തെളിയിച്ചിട്ടുണ്ട്? ഇൻഫർമേഷൻ കുഡ് ബി പ്രോസസ്ഡ് യൂസിങ് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റകളെ എന്താക്കി മാറ്റാം? പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷനാക്കി മാറ്റാം എന്നത് ഇതിൻ്റെ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഡാറ്റകളെ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എന്താണ്? ഇൻഫർമേഷൻ ഉണ്ടാക്കിയ പറ്റുമെന്നുള്ളൊരു കാര്യം എന്താണ്? അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഹി ഡെവലപ്ഡ് 2 മെഷീൻസ് എൻജിൻ. ഒന്ന് ദ ഡിഫറൻസ് എൻജിൻ ആൻഡ് അനലിറ്റിക്കൽ എൻജിൻ വിച്ച് ആർ കൺസിഡേർഡ് ആസ് ദി പ്രോട്ടോടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിങ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം 2 മെഷീൻസാണ് ഡെവലപ്പ് ചെയ്തത്. ഒന്ന് എന്താണ്? ദ ഡിഫറൻസ് എൻജിൻ ആൻഡ് അനലിറ്റിക്കൽ എൻജിൻ. ഡിഫറൻസ് എൻജിൻ ആൻഡ് അനലിറ്റിക്കൽ എൻജിൻ വിച്ച് ആർ കൺസിഡേർഡ് ആസ് ദി പ്രോട്ടോടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മെഷീൻ. അപ്പോൾ ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യാനുള്ള മെഷീനായാണ് ഈ 2 മെഷീൻസ് എന്നറിയപ്പെടുന്നത്. സോ ഈ മെഷീനെ എന്താണ്? കണ്ടുപിടിച്ച വ്യക്തി, അതുപോലെ അദ്ദേഹമാണ് ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യാനുള്ള മെഷീൻ എന്ത് ചെയ്ത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഹീസ് കാൾഡ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടിംഗ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ബാബേജ് ആണ്. കാരണമുണ്ട്. എന്തായിരുന്നു? 1820 അദ്ദേഹം ഒരു ആശയം കണ്ടുപിടിച്ചു. എന്താണ്? ഡാറ്റകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? 2 മെഷീൻസ് ഡെവലപ്പ് ചെയ്തു. ഒന്ന് ഡിഫറൻസ് എൻജിൻ, അതുപോലെ എന്താണ്? അനലിറ്റിക്കൽ എൻജിൻ. അത് രണ്ടും എന്തായിരുന്നു? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മെഷീൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചാൾസ് ബാബേജിനെ നമ്മൾ എന്തറിയപ്പെടുന്നത്? ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടിംഗ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ
കമ്പ്യൂട്ടർ എന്താണെന്നും എന്തുകൊണ്ടാണ് ചാൾസ് ബാബേജിനെ മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നും വിളിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചു അല്ലേ. ഇനി നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻസിനെ കുറിച്ച് പഠിക്കുകയാണ്. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ ജനറേഷനാണ്. എപ്പോൾ മുതലാണ് കമ്പ്യൂട്ടർ ഉണ്ടായി തുടങ്ങിയത് അല്ലെങ്കിൽ നിർമ്മിച്ച് തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ജനറേഷനെ 5 ക്ലാസിഫൈ ചെയ്യുകയാണ്. അല്ലെങ്കിൽ 5 ജനറേഷനാണ് എന്തിനുള്ളത്, ഒരു കമ്പ്യൂട്ടറിന് ഉള്ളത്. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് 1949 മുതൽ 55 വരെയാണ് ഒന്നാമത്തെ ജനറേഷൻ. ഈ ജനറേഷനിൽ പലതിനും മാറ്റം വരുന്നുണ്ട് കേട്ടോ. പല ടെക്സ്റ്റ് ബുക്കുകളിലും മെറ്റീരിയൽസിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ 1949 മുതൽ 55 വരെയാണ് ഒന്നാമത്തെ ജനറേഷൻ. രണ്ടാമത്തെ ജനറേഷൻ എന്ന് പറയുന്നത് 1956 മുതൽ 65 വരെയുള്ള സെക്കൻഡ് ജനറേഷൻ. ദെൻ തേർഡ് ജനറേഷൻ 66 മുതൽ 75 വരെയുള്ള തേർഡ് ജനറേഷൻ. ദെൻ ഫോർത്ത് ജനറേഷൻ 76 മുതൽ 80 വരെയുള്ള ജനറേഷനും. ഇതിനുശേഷം 80 മുതലുള്ള ഫിഫ്ത്ത് ജനറേഷനും ഇപ്പോൾ വരെയുള്ള ജനറേഷനുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 5 ജനറേഷൻ ഉണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള 5 ജനറേഷനെ കുറിച്ചാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൽ ഒന്നാമത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് 1949 to 55. ഓക്കെ, 1949 മുതൽ 55 വരെയാണ് ഒന്നാം ജനറേഷൻ എന്നറിയപ്പെടുന്നത്. ഈ ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കി നോക്ക്. ഒന്നാമത്തെ, വാക്യൂം ട്യൂബ്സ് ആർ സ്വിച്ചിങ് ഹാർഡ്വെയർ കമ്പോണൻറ്റ് യൂസ്ഡ് ഇൻ ദി ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ കൂടുതലും ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത് എന്താണ്, വാക്യൂം ട്യൂബ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ എലമെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്, വാക്യൂം ട്യൂബ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ദീസ് കമ്പ്യൂട്ടേഴ്സ് ആർ പ്രോഗ്രാംഡ് യൂസിങ് ഹാൻഡ് കോഡഡ് ബൈനറി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ്. അന്ന് ലാംഗ്വേജ് ഉണ്ടായിരുന്നില്ല, ഇതിന് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാനുള്ള ഭാഷകളില്ല. അപ്പോൾ അതിന് പകരം എന്തായിരുന്നു, പ്രോഗ്രാംഡ് യൂസിങ് ഹാൻഡ് കോഡഡ് ബൈനറി ലാംഗ്വേജ്. ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ ഹാൻഡ് കോഡഡ് ബൈനറി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്ത് പ്രോഗ്രാം ചെയ്തിരുന്നത്. ഓക്കെ, ഇതിനതുപോലെ നമുക്ക് ദ ഫസ്റ്റ് ഇൻ ദിസ് ജനറേഷൻ ആർ ഹ്യൂജ് സൈസ് ആൻഡ് സ്ലോ പെർഫോമൻസ് ആണ്. അപ്പോൾ ഏകദേശം ഒരു വലിയ റൂമിന് അത്രത്തോളം വലിപ്പമുള്ള കമ്പ്യൂട്ടറുകളായിരുന്നു അന്ന് നമ്മൾ ആദ്യമായിട്ട് നിർമ്മിച്ചിരുന്നത്. കണക്ക് കൂട്ടാൻ വേണ്ടിയാണ്, ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് എന്തുണ്ടാക്കിയത്, ഈ ഒരു കമ്പ്യൂട്ടർ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. ആൻഡ് സ്ലോ ഇൻ പെർഫോമൻസ്. ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ പോലെ അത്ര എന്തുണ്ടായിരുന്നില്ല, സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സാവധാനമായിരുന്നു എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയിരുന്നത്. ഇതിനതുപോലെ നോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ യൂസ്ഡ് ഇൻ ദിസ് ജനറേഷൻ. ഇപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് അല്ലേ, എന്നാൽ അന്ന് നമ്മൾ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ നിർമ്മിച്ച ആ സമയത്ത് അതിനെന്തുണ്ടായിരുന്നില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ള വാക്യൂം ട്യൂബ്സ് മാത്രമായിരുന്നു അതിൻ്റെ മെയിൻ എലമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ജനറേഷനിൽ നമ്മൾ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ENIAC എന്നറിയപ്പെടുന്നത്, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻറ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഓക്കെ, അതാണ് ENIAC എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ഇൻ 1946 ടീം ലെഡ് ബൈ പ്രൊഫസർ എഫ്കഡ് ആൻഡ് മെർക്കുളി ഇൻ USA. അപ്പോൾ 1946 ആദ്യമായിട്ട് എന്ത് രൂപീകരിച്ചിട്ടുള്ളത്, ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആയിട്ടുള്ള ENIAC രൂപീകരിച്ചിട്ടുള്ളത്. ദെൻ അതുപോലെ എന്താണ്, ദ ലാർജ് നമ്പർ ഓഫ് വാക്യൂം ട്യൂബ്സ് വെർ യൂസ്ഡ് ഇൻ ദി മെഷീൻ. അപ്പോൾ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്, ഈ ഒരു വാക്യൂം ട്യൂബ് മാത്രമായിരുന്നു. അല്ലെങ്കിൽ ആ വാക്യൂം ട്യൂബ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടർ. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി നോക്കാം എന്തൊക്കെയാണ്. അതിലെ ഒരു പ്രധാനമായിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്, വാക്യൂം ട്യൂബ്സ് ആണ്. ഓക്കെ, ട്രാൻസിസ്റ്ററുകളോ റെസിസ്റ്ററുകളോ ഒന്നുമില്ല. അന്ന് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു, വാക്യൂം ട്യൂബ്സ് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു ഹാർഡ്വെയർ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ രണ്ടാമത്തെ ലാംഗ്വേജ് പറഞ്ഞിരുന്നു, എന്താണ്, ഹാൻഡ് കോഡഡ് ബൈനറി ലാംഗ്വേജ് ആയിരുന്നു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അല്ലേ,
വളരെ വലിയ സൈസായിരുന്നു. ഏകദേശം റൂമിൻ്റെ അത്ര വലുപ്പത്തോളം ഉള്ള കമ്പ്യൂട്ടറുകളായിരുന്നു അന്ന് നമ്മൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ അതിനെന്താണ് വളരെ സ്പീഡ് കുറവാണ്, വളരെ സ്ലോ പെർഫോമൻസ് ആയിരുന്നു അവർ ചെയ്തിരുന്നത്. പിന്നെ ഒക്കെ നോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ യൂസ്ഡ് ഇൻ ദിസ് ലാംഗ്വേജ് ഇൻ ദി ജനറേഷൻ. ഇതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് 1946 നമ്മൾ ആദ്യത്തെ ജനറേഷൻ കമ്പ്യൂട്ടർ എന്ത് ചെയ്ത് ഉണ്ടാക്കിയത്. അതാണ് ENIAC എന്നറിയപ്പെടുന്നത്. പിന്നെ ഇതിൽ കൂടുതലും ഉപയോഗിക്കുന്ന കമ്പോണൻ്റ് എന്നറിയപ്പെടുന്നതാണ് വാക്യൂം ട്യൂബുകളാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിട്ടുള്ള മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ലിമിറ്റേഷൻസ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പോരായ്മകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, വാക്യൂം ട്യൂബുകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു കമ്പ്യൂട്ടറായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു അല്ലേ. അതിന് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. ഇപ്പോഴുള്ള കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചോളം മറ്റേ കമ്പ്യൂട്ടർ എന്തായിരുന്നു, പഴയ കമ്പ്യൂട്ടറിന് വളരെ പോരായ്മകളുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ നോക്ക്, ഹ്യൂജ് സൈസ്. അപ്പോൾ സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ നമുക്ക് കയ്യിലോ കൊണ്ട് നടക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടറായിരുന്നു ഇപ്പോൾ ഉള്ളത്. എന്നാൽ അന്ന് നിർമ്മിച്ചിരുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നതാണ് വളരെ ഹ്യൂജ് സൈസുള്ളതാണ്. ഏകദേശം ഒരു റൂമിൻ്റെ അത്ര വലുപ്പമുള്ള കമ്പ്യൂട്ടറായിരുന്നു നമ്മൾ അന്ന് നിർമ്മിച്ചിരുന്നത്. രണ്ടാമത്തത് ലോ മെമ്മറിയാണ്. ലോ മെമ്മറി അതായത് അത്രയും വലിയ കമ്പ്യൂട്ടർ ആണെങ്കിൽ പോലും അതിൽ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ സ്റ്റോറിങ് കപ്പാസിറ്റി വളരെ കുറവുള്ള ഒരു കമ്പ്യൂട്ടറായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ ലോവർ സ്പീഡാണ്. നമ്മൾ പറഞ്ഞതാണ് എന്താണ്, വളരെ വേഗത കുറവാണ്. അപ്പോൾ വലിപ്പമുണ്ടെന്ന് സംബന്ധിച്ചോളം പക്ഷെ എന്താണ്, നമുക്കതിൽ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് വളരെ സമയം പിടിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ എന്താണ്, ഹൈ പവർ കൺസംഷൻ, ഭയങ്കര പവർ അല്ലെങ്കിൽ കറണ്ട് ഉപയോഗിക്കുന്നതാണെങ്കിലും എന്താണ് നന്നായി പവർ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറായിരുന്നു എന്ത് ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വേണം നോക്കി എന്താണ്, ഹീറ്റ് പ്രൊഡക്ഷൻ, എന്താണ് ചൂട്. അപ്പോൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് കൂടുതൽ ചൂടും പുറന്തള്ളിയുന്ന ഒരു കമ്പ്യൂട്ടറായിരുന്നു എന്ത് ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പോരായ്മകളായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ഹ്യൂജ് സൈസാണ് അല്ലേ, സൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ, പ്രോഗ്രാമുകൾ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്നതാണ് വളരെ കുറവാണ്. പിന്നെ ലോവർ സ്പീഡ് വളരെ കുറവാണ്. പിന്നെ അതുപോലെ ഹൈ പവർ കൺസംഷൻ, നന്നായിട്ട് എന്ത് ഉപയോഗിച്ചിരുന്നു, വൈദ്യുതി കൂടുതലായിട്ട് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹീറ്റ് പ്രൊഡക്ഷൻ, അത് പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് നന്നായി ചൂട് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു കമ്പ്യൂട്ടർ കൂടിയായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജനറേഷനെ കുറിച്ച് പഠിച്ചു അല്ലേ. കാലാവധി അല്ലെങ്കിൽ ടേം എന്ന് പറഞ്ഞിട്ടായിരുന്നു 1949 മുതൽ 55 വരെയുള്ള ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. അതിൻ്റെ പ്രധാനമായിട്ടുള്ള എലമെൻ്റ് എന്തായിരുന്നു, വാക്യൂം ട്യൂബ്സ് ആയിരുന്നു പറഞ്ഞു. ഇനി സെക്കൻഡ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് 1956 to 65, 1956 മുതൽ 65 വരെയുള്ള കാലഘട്ടത്തെയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ 1956 മുതൽ 65 വരെയുള്ള കാലഘട്ടത്തെയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദ ഇൻവെൻഷൻ ഓഫ് ട്രാൻസിസ്റ്റർ ക്രിയേറ്റഡ് എ ഡ്രാമസ്റ്റിക് ചേഞ്ച് ഇൻ ദി ഹാർഡ്വെയർ സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പം നമ്മൾ ഒന്നാമത്തെ ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന വാക്യൂം ട്യൂബുകൾക്ക് പകരം നമ്മൾ എന്തുപയോഗിച്ചു എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു, ട്രാൻസിസ്റ്ററുകൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇങ്ങനെയുള്ള വാക്യൂം ട്യൂബുകൾക്ക് പകരം അല്ലെങ്കിൽ ഒന്നാമത്തെ ജനറേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്യൂം ട്യൂബുകൾക്ക് പകരം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്ററുകൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകൾ എന്ത് ചെയ്തു, കമ്പ്യൂട്ടറിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ എന്ത് ചെയ്തു, നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്, ട്രാൻസിസ്റ്ററുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ദെൻ ട്രാൻസിസ്റ്റേഴ്സ് മോർ റിലയബിൾ ആൻഡ് ലെസ് സ്പേസ് കൺസ്യൂമിങ്. അപ്പോൾ ഒന്നാമത്തെ വാക്യൂം ട്യൂബിനേക്കാൾ എന്തായിരുന്നു, ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മോർ റിലയബിൾ ആണ്, കൂടുതൽ വിശ്വസിക്കാൻ പറ്റും, മറ്റേനേക്കാൾ ഒന്നും കൂടി എന്താണ് റിലയബിൾ ആണ്. ആൻഡ് ലെസ് സ്പേസ് കൺസ്യൂമിങ്, അതിൻ്റെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സൈസും അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൊണ്ടുവരാൻ എന്തുകൊണ്ട് സാധിച്ചിട്ടുണ്ട്, ഈ ഒരു ട്രാൻസിസ്റ്ററുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്.
അതേപോലെ ദേ പ്രൊഡ്യൂസ് ലെസ് ഹീറ്റ് കമ്പയർഡ് ടു വാക്വം ട്യൂബ്സ്. അപ്പോൾ വാക്വം ട്യൂബിനേക്കാൾ എന്താണ് ചൂടും കുറവായിരുന്നു എന്തിനുണ്ടായിരുന്നത് ട്രാൻസിസ്റ്ററുകൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ മറ്റൊന്ന് കാര്യം പറഞ്ഞതാണ് കമ്പ്യൂട്ടർ മെമ്മറി വാസ് ആൾസോ റെസ്ട്രിക്റ്റഡ് ബൈ ദി ഇൻവെൻഷൻ ഓഫ് മാഗ്നറ്റിക് കോഴ്സ്. നമുക്ക് മെമ്മറി ഒന്നും ഇല്ലയെന്ന് പറയുന്നു അല്ലേ, മെമ്മറിയൊക്കെ എന്തിൽ കുറവായിരുന്നു വാക്വം ട്യൂബിൽ കുറവായിരുന്നു. എന്നാൽ നമ്മൾ മാഗ്നറ്റിക് കോറിൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടി എന്ത് ചെയ്തു കമ്പ്യൂട്ടർ മെമ്മറി കൂടി എന്ത് ചെയ്തു ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ചിപ്പുകളും മെമ്മറി കാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാഗ്നറ്റിക് കോഴ്സ് കണ്ടുപിടിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു കമ്പ്യൂട്ടർ മെമ്മറി എന്ത് ചെയ്തു കൂടുതൽ ഡെവലപ്പ് ആവാൻ തുടങ്ങി. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ബാച്ച് മോണിറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്കും നമ്മൾ എന്തും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേതിൽ നമ്മൾ ഉപയോഗിച്ച ലാംഗ്വേജ് ആയിരുന്നു ഹാൻഡ് കോഡഡ് ബൈനറി ലാംഗ്വേജ് ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്കും ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഫോർട്രാൻ, കൊബോൾ തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്തു ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ സെക്കൻഡ് ജനറേഷനിലാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള കൊബോള്, ഫോർട്രാൻ തുടങ്ങിയ ലാംഗ്വേജുകൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതും എന്തിനു വേണ്ടിയാണ് റെഡ്യൂസ്ഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോഗ്രാമിങ്. അപ്പോൾ പ്രോഗ്രാമിങ്ങിൽ വരുന്ന കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊബോള് അതുപോലെ ഫോർട്രാൻ തുടങ്ങിയുള്ള ലാംഗ്വേജുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ദെൻ ആ സെക്കൻഡ് ജനറേഷനിലെ കമ്പ്യൂട്ടറുകളിൽ എക്സാമ്പിൾ വന്നിട്ടുണ്ട് അല്ലേ. നോക്കി IBM 1401 അതുപോലെ IBM CDC 3600 ആൻഡ് യൂണിവാക് 91 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കമ്പ്യൂട്ടറുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ജനറേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ജനറേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരുന്നു, വാക്വം ട്യൂബുകൾക്ക് പകരം രണ്ടാമത്തെ ജനറേഷൻ ആയപ്പോഴേക്കും എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് ട്രാൻസിസ്റ്ററുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ രൂപത്തിലും ഭാവത്തിലും സ്ട്രക്ചറിലും എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റം വന്നു തുടങ്ങി എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ വാക്വം ട്യൂബിനേക്കാൾ മോർ റിലയബിൾ ആൻഡ് ലെസ് സ്പേസ് കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, വാക്വം ട്യൂബിന് സ്പേസ് കൂടുതലാണ് പറയുന്നു, എന്നാൽ ഈ ട്രാൻസിസ്റ്ററുകൾ കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സൈസും അതുപോലെ എന്താണ് അതിൻ്റെ സ്പേസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ എന്താണ് ഹീറ്റ് കമ്പയർഡ് ടു വാക്വം ട്യൂബ്സ്, ചൂടും വളരെ കുറവാണെന്ന് പറയാം. പിന്നെ അതുപോലെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് മെമ്മറി, മാഗ്നറ്റിക് കോറുകൾ ഉപയോഗിച്ചുകൊണ്ട് മെമ്മറിയൊക്കെ ഡെവലപ്പ് ചെയ്തു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഫോർട്രാൻ, കൊബോൾ തുടങ്ങിയ ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം കമ്പ്യൂട്ടറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.